നിന്റെ കൊച്ചിന് മാത്സിന് നല്ല മാർക്ക് കുറവാണല്ലോ. അതെ, എന്നെയൊക്കെ കണ്ടു പഠിക്ക്. ഞാനൊക്കെ പഠിക്കണ സമയത്ത് മാത്സിനെ പുലിയായിരുന്നു, പുലി. ആ ചേട്ടന്റെ വണ്ടി കൊടുത്തിട്ടുണ്ടേ വർക്ക്ഷോപ്പില്, അത് എടുക്കാൻ വേണ്ടി പോയേക്കണാണ്. വന്നുണ്ട്, ഞാൻ വിളിക്കാട് നിന്നാ. അല്ലേട്ടാ, വർക്ക്ഷോപ്പിൽ വണ്ടി എടുക്കാൻ പോയിട്ട് വണ്ടി എന്തേ? ഓ, അതൊന്നും പറയണ്ട. 900 രൂപയാണോന്നു. എന്റെ അടുത്ത് ആകെ 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ സുരേഷ് ചേട്ടൻ വർക്ക്ഷോപ്പിൽ വണ്ടി കൊടുക്കണ്ടെന്ന്. അയാളെ ഇത്തിരി കത്തിയാണ്. എന്നോട് ജിനിത പറഞ്ഞാണ് അവളുടെ കെട്ടിയന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടേ 2000 രൂപയാണ് അയാൾ മേടിച്ചത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല മാളി, വണ്ടി എന്തായാലും എടുക്കണം. നാളെ പണിക്കോണെന്നുണ്ടെങ്കിൽ വണ്ടി വേണം. അല്ല, ഈ 900 രൂപ വരാനായിട്ട് അയാൾ എന്താണ് വണ്ടി ചെയ്തത്? അവന്മാര് വണ്ടിയുടെ എന്താണ് സാധനങ്ങളൊക്കെ മാറ്റി എന്നാണ് പറയണത്. അല്ല, നിന്റെ അടുത്ത് പൈസ വല്ല ഇരിപ്പുണ്ടാ? എന്തെങ്കിലും താ, ഞാൻ അടുത്ത ആഴ്ച പണിക്ക് വേണ്ടി നിങ്ങൾക്ക് തിരിച്ചുതരാം. എന്റെ ചേട്ടാ, എന്റെ എവിടെയാണ് പൈസ? അതും 900 രൂപ. ചിട്ടിയിട്ടിയ പൈസ 5000 രൂപ എന്റെ ഇരിപ്പുണ്ട്, അത് മതിയാ? 5000? ഓ, അപ്പൊ ഈ പൊട്ടി 900 എന്നുള്ളത് 9000 ആണെന്നാണ് വിചാരിച്ചാണ്. എന്തെങ്കിലും ആവട്ടെ, 5000 900 കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കി പൈസ എന്റെ കയ്യിലിരിക്കും. എന്തൊന്നാണ് ഈ കിടന്ന് പുറമുറുക്കണത്? പൈസ വേണമെങ്കിൽ പറ, ഞാൻ എടുത്തോണ്ടും വരാം. അത് ഞാൻ ബാക്കി പൈസ എവിടെ നിന്ന് ഒപ്പിക്കാന്ന് കുറച്ച് ആലോചിച്ചതാണ്. നീ എന്തായാലും ഉള്ള എടുത്തുണ്ടാ, ബാക്കി എവിടെ നീ ഒപ്പിക്കാം. അവിടെ നിക്ക്, ഞാൻ പൈസ എടുത്തോണ്ടും വരാം. ബാക്കി പൈസ ആരെയും കയ്യിൽ നിന്ന് മേടിക്ക്. നാളെ മുതൽ പണിക്കോയിക്കോട്ടാ. ഞാൻ പറഞ്ഞൊന്നും കേൾക്കേമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പൈസ വെറുതെ പോണത്. പൊട്ടി ദേ, ഇന്നാ വേമ്പോയേ വണ്ടി എടുക്ക്. ഇനിയെങ്കില് ഭാര്യമാര് പറയണ കേക്കണം. നീ വഴക്ക് പറയല്ലേ മാളു, ഞാൻ നീ പറഞ്ഞ കേട്ടോളാം. ബാക്കി പൈസ എന്നാലും ഞാൻ ആരെങ്കിലും ഒപ്പിച്ചിട്ട് വണ്ടിയായിട്ട് വരാട്ടാ. എന്നാ ശരി. ഓഹ്, പാവം, വഴക്ക് പറയണ്ടായിരുന്നു. എന്തായാലും ഇതോടെ എന്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. 900 പോയിട്ട് 4200 ഞാൻ പൊളിക്കും. 900 900 തിരിച്ചറിയാത്ത പൊട്ടിക്കാളി.